ഹായ് കൂട്ടുകാരെ, ദേവുട്ടി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് കപ്പ കിട്ടി. അപ്പം ഉച്ചക്കത്തെ എല്ലാം റെഡിയാക്കുവാണ്. ചോറൊക്കെ ആയി, കപ്പയെല്ലാം കൊത്തി അടുപ്പേ കഴുകുവാണ്. കഴുകി ഇനി അടുപ്പേ വെക്കണം. അപ്പോൾ അതിനുള്ള എല്ലാം അടുപ്പിക്കുവാണ് ഞാൻ. കപ്പ കുറച്ചേ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ബാക്കി എടുത്ത് അങ്ങ് വെച്ചു. പിന്നെ ദേ അവൾ എന്നോട് പറഞ്ഞു കപ്പത്തൊലി കൊണ്ട് പല്ലുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളത് അവക്കും ഉണ്ടാക്കി കൊടുത്തു, ഞാനും വെച്ചു. പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം ഉണ്ടാക്കി കാണിച്ചതാണ്. പല്ലൊക്കെ വെച്ചു, രണ്ടുപേരും വെച്ച് കുറച്ച് തന്നെ നോക്കി അവൾ ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സന്തോഷമല്ലേ പിള്ളേർ പറയുന്നതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ. അവരിതൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി കാണിക്കും. അവൾ എന്നോട് പറഞ്ഞു അമ്മ ഒന്നുകൂടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്തു, ഞാനും വെച്ചു. ഭയങ്കര രസമുണ്ട്, നോക്കി എന്നെ കണ്ട ഉണ്ടോ. ഞാനവളെ ചിരിക്കാൻ വയ്യ, എൻ്റെ ദൈവമേ മതി, വെറുപ്പിക്കുമോ നിന്ന്. അയ്യോ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്നറിയാം. ഞങ്ങളുടെ മൊബൈലിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം കുറച്ച് നാരങ്ങ ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു, അതെല്ലാം ഒന്ന് ആവി കയറ്റി വെക്കുമായിരുന്നു അച്ചാറിടാനേ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ഇച്ചിരി ഉപ്പുമാവ് കഴിക്കുവാണേ. അവൾ കണ്ട അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, കാർട്ടൂണും കാണുക. അപ്പം ഞാൻ രാവിലെ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. എല്ലാവരും കഴിച്ചു, ഞാൻ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഉപ്പുമാവ് കഴിക്കാമെന്ന് വിചാരിച്ചു. വിശക്കുന്നുണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു. ഉപ്പുമാവും പഴവും കൂടാണ് തട്ടിയത്. അപ്പം എന്തേ കപ്പയ്ക്കുള്ള തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുവാണ്. അതിനുള്ള അരപ്പ് റെഡിയാക്കുവാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണാൻ, തുടക്കക്കാരാണ് ഞങ്ങൾ. അപ്പം തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിച്ച് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളല്ലേ ഞങ്ങളുടെ ഒരു ആത്മബലം. അപ്പം തെറ്റും കുറ്റങ്ങളും ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഒരുപാട് വീഡിയോ ഒന്നും എടുത്തുള്ള പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അറിയാവുന്ന പോലെയൊക്കെ എടുത്തു സൗണ്ടൊക്കെ കൊടുക്കും. അപ്പം നമ്മുടെ കുഞ്ഞു പട്ടിയാണ്, അത് കയറി വന്ന് അവളുമായിട്ട് കളിക്കുക. കണ്ടോ, അതിനെ അങ്ങനെ ഇപ്പം തുറന്നു വിടുന്നില്ല. തുറന്നു വിട്ടപ്പോൾ ഓടി വന്ന് സന്തോഷമായിരുന്നു. അത് അവളുമായിട്ട് കളിക്കുന്നതാണെന്ന്. എനിക്കങ്ങനെ പട്ടിയോടൊന്നും വലിയ താല്പര്യമില്ല. ഈ പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ പുള്ളിക്കാരനും പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം 2 പട്ടിയുണ്ട് ഇപ്പം. അപ്പം മത്തി ഉണ്ടായിരുന്നു, മത്തി വെട്ടുമോ ഞാൻ. പട്ടി ഉള്ളതുകൊണ്ട് താഴെയൊന്നും ഇരുന്ന് വെട്ടാൻ പറ്റത്തില്ല. ഇത് ഓടി വന്ന് തലയിടുകയൊക്കെ ചെയ്യും. പിന്നെ അവിടുന്ന് അതും കൊണ്ട് ഓടണം. അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ നിന്ന് മീൻ വെട്ടുന്നത്. അല്ല, ഞാൻ എവിടെയെങ്കിലും ഇരുന്നേ വെട്ടത്തുള്ളേ. മീൻ മത്തിയാണ് കിട്ടിയത്, ഒത്തിരി വലുതല്ല, ഇടത്തരം. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. കപ്പയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. കപ്പയുടെ എല്ലാം ഊറ്റി അരപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. നല്ല കപ്പയാണ്, സൂപ്പർ കപ്പയാണ്. കപ്പ കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. 2-3 കപ്പ എടുത്ത് ഞാൻ വെച്ചിട്ടുമുണ്ട്. എടുക്കാവുമെന്ന് അറിയത്തില്ല, ഞാൻ ഫ്രിഡ്ജിനകത്താണ് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അരപ്പൊക്കെ ഇട്ടത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങനെ കപ്പയോട് വലിയ പ്രിയമൊന്നുമില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴെങ്ങാണോ ഒന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ വേവിക്കുമെന്നേ ഉള്ളൂ. കപ്പ തന്നെ തിന്നാലുണ്ടല്ലോ തലയെ പിടിക്കുമെന്ന് പെട്ടെന്ന്. പിന്നെ ഭയങ്കര ക്ഷീണമാണ്, കിടക്കണം, പിന്നെ ജോലി ചെയ്യാൻ മടിയാണ്. അത് കാരണം ചോറും കൂടെ കൂട്ടിയേ കഴിക്കത്തുള്ളൂ. ഇച്ചിരി ചോറെടുത്തിട്ട് ശകലം കപ്പയെടുത്ത്, ചക്കയാണേലും അങ്ങനെ തന്നെ, അങ്ങനെ കഴിക്കുന്നതിനോടാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ ഇളക്കി കഴിക്കും. പെണ്ണ് വരും, അവൾക്കും ഇഷ്ടം, അവൾക്ക് വാരി കൊടുക്കും. അപ്പോൾ അവൾക്കും അങ്ങനെ കഴിക്കാനും ഇഷ്ടം. പിന്നെ ഇവിടെ പിള്ളേർക്ക് ചെറുക്കന്മാർക്ക് 2 പേർക്കും ഇഷ്ടമല്ല. ചേച്ചിയുടെ മോനുണ്ട്, എൻ്റെ മോനും ഉണ്ട്. അവനും അങ്ങനെ, അവർക്ക് ആർക്കും ചക്കയോടും കപ്പയോടും ഒരു പ്രിയമൊന്നുമില്ല. അപ്പം അങ്ങനെ എപ്പോഴും ഒന്നും ഞങ്ങളിത് എടുക്കാറുമില്ല. കടയിൽ കപ്പയുണ്ടെന്നാൽ നമ്മളെപ്പോഴും ഒന്നും എടുക്കുമല്ലോ. ഇവിടെ രാവിലെ വല്ല പലഹാരമൊക്കെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം മീൻ കറിക്കുള്ളതെല്ലാം എടുക്കുവാണ്. മത്തിയെല്ലാം വെട്ടിക്കഴുകി എല്ലാം. അമ്മയുണ്ടെങ്കിലും അമ്മയ്ക്കും വയ്യ, ഒത്തിരി പണിയൊന്നും ചെയ്യാനൊന്നും അമ്മയ്ക്ക് വയ്യ. ഒത്തിരി നല്ല അമ്മ പണിയൊന്നും ചെയ്യത്തില്ല. അപ്പം കപ്പയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ട് പോലെ വേകുന്ന കപ്പയാണ്.
കറിയെല്ലാം അടുപ്പായി വെച്ചു, എല്ലാം തിളച്ചു, കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് തൈരുമുണ്ട്, പച്ചത്തൈരുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി, ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം സന്തോഷമായിട്ട് ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണേ. അപ്പം നിങ്ങൾ എന്ത് തെറ്റുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ആത്മബലം നിങ്ങളാണ്. അപ്പം ഞാൻ കപ്പയും ചോറും കൂടെ ഇളക്കി തട്ടുവാണ്. അവളോട് ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ കഴിക്കാൻ പറയുമായിരുന്നു. അവൾ അവിടെ പോയിരുന്ന ടി വി കാണുന്നിടത്തിരുതേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ഞങ്ങളുടെ വീഡിയോ കാണണേ, കാണാൻ മറക്കല്ലേ. ബായ്.